അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാഴ്ചക്ക് മുമ്പ് നടന്ന വിഷയം തന്നെയാണ് നമ്മുടെ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്തെ വിഷയം. മുമ്പൊരു വീഡിയോസ് പറഞ്ഞായിരുന്നു. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം തുടർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഉള്ളുകള്ളികൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കളിച്ചവർ ആരായിരിക്കും എന്നൊക്കെ മുമ്പ് സൂചിപ്പിച്ചായിരുന്നു. ഈ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതിൻ്റെ പിന്നിൽ ആരാണ്, ഒരു പട്ടാളക്കാരൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി അതിർത്തി കാക്കുന്ന, അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ചിരിക്കുന്ന ഒരു മേധാവിയുടെ, ഒരു പട്ടാളക്കാരൻ്റെ വളരെ വിഷമത്തോടെയുള്ള വാക്കുകളാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. അതൊന്ന് കേട്ട് നോക്കാം. അദ്ദേഹം പറഞ്ഞത്, സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മതപരമായ വിശ്വാസപരമായിട്ടായാലും അല്ലെങ്കിൽ മറ്റുള്ള എന്ത് തെറ്റിനേക്കാൾ ഏറ്റവും വലിയൊരു തെറ്റായി എല്ലാവരും കണക്കാക്കുന്നു. വിശ്വാസപ്രകാരവും കണക്കിലെടുക്കുന്ന ഒരു സംഗതിയാണ് ചാരപ്പണി എന്ന് ഉള്ളിലുള്ളവർ ഒറ്റുകൊടുക്കുക എന്നുള്ള കൊടുക്കുന്നവർ. ഇവിടെ ഒരു വേദനാപരമായ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഒറ്റുകൊടുക്കുന്നവർ ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരനോ എന്നല്ല, മറിച്ച് ഏതെങ്കിലും ഒരു താഴെക്കടയുള്ള അല്ലെങ്കിൽ തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദി എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം കാശി പിടിച്ച് പണത്തിന് വേണ്ടി എന്തും ചെയ്യുമല്ലോ. അതാണ് മുമ്പ് സൂചിപ്പിച്ചത്, തീവ്രതയ്ക്ക് അല്ലെങ്കിൽ വർഗീയതയ്ക്ക് മതമില്ല എന്ന് പറയാൻ കാരണം അവരല്ല ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ അവിടെ രാഷ്ട്രീയപരമായ ഉന്നമനമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകളായിരിക്കാം, എന്ത് തന്നെ അതവിടെ ഇരിക്കട്ടെ. ആ പട്ടാളക്കാരുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഏറ്റവും വലിയ ആപലകരമായ, ഏറ്റവും വലിയ ദുഃഖകരമായ ഒരവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. പണ്ടൊക്കെ പറയാറുണ്ട്, 30 വെള്ളിക്കാശിന് വേണ്ടി തൻ്റെ സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ കഥ. പക്ഷെ ഇവിടെ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസുമാർ നമ്മുടെ രാജ്യം ഭരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത, രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിനെ വേണ്ടതുപോലെ അതിലെ പ്രജകളെ നോക്കേണ്ട തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണെന്ന് പറയുമ്പോൾ അതിലും വലിയൊരു വേദന ഇനി എവിടെയും വരാനില്ല. അവർ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒന്നിക്കൽ രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടിയായിരിക്കാം, അതുമല്ലെങ്കിൽ ഭൗതികമായ മറ്റെന്തോ ലാഭത്തിന് വേണ്ടി. എന്തു തന്നെയായാലും ഈ ചെയ്യുന്ന പ്രവർത്തനം, 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത കഥ പറഞ്ഞതുപോലെ സ്വന്തം രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്നവർ. അതിനിടയിൽ വേറൊരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. ഏതൊരുത്തണ്ട്, എന്താണ്, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു, കോൺഗ്രസിനെ കുറ്റം പറയുന്നില്ല, ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. കണ്ടപ്പോൾ ഇതിനിടയിൽ ഒന്ന് സൂചിപ്പിച്ചു എന്ന്, അത് ഓർമ്മ വന്നു എന്ന് മാത്രം. ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അന്ന് സ്വന്തം രാജ്യത്തിലെ പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെടുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയാത്തവരാണ് ഇന്ന് ഇതിൻ്റെ പേരിൽ അലമുറയിടുന്നത് എന്ന് ചങ്ങായി ചോദിക്കേണ്ടായി. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എൻ്റെ പൊന്നാര മനുഷ്യ, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അതെല്ലാം നേരെ ചൊവ്വയോ ഒന്നുമല്ല, അതൊക്കെ ഉള്ളിലോടുകൂടി ചതിവിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ വെടിയേറ്റ് മരിച്ച് നമുക്കറിയാം, ഉള്ളിൽ കിടക്കുന്ന ഒരു പട്ടാളക്കാരൻ തന്നെയാണ് വെടിവെച്ചത്. അത് സുരക്ഷാ വീഴ്ച തന്നെയാണ്. പക്ഷേ അതും ഇതും തമ്മിലല്ലല്ലോ ബന്ധം. ഇത് രാജ്യത്ത് ഒറ്റുകൊടുക്കുകയാണ്. അപ്പം ഈ പട്ടാളക്കാരുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഏറ്റവും വലിയൊരു നാശത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയി തീരുന്നത്. എത്ര ആൾ മരിക്കുന്നു, എത്ര ആൾ പോകുന്നു എന്നതല്ല, ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത, പൊറുക്കപ്പെടാത്ത ഏറ്റവും വലിയൊരു മഹാപാതകം ഒറ്റുകൊടുക്കുക, ജൂതപ്പണി, ചാരപ്പണി എന്ന് പറയുന്ന സംഗതി അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ രാജ്യം ഭരിക്കുന്ന
തലപ്പത്തിരിക്കുന്ന തൊട്ടപ്പന്മാരായ ഭരണാധികാരികൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഓരോ ഇന്ത്യക്കാരും ഭാരതാംബയുടെ ഉള്ളിൽ കിടക്കുന്ന, പണ്ടൊക്കെ പറയാറുണ്ട്, നമ്മുടെ മഹാത്മജിയുടെ നെഞ്ചും കൂടി തകർത്തിട്ട് നിറവിച്ച അതേ ഒരു വിഭാഗം. പക്ഷെ അതിനേക്കാൾ എത്രയോ വലുത് ആ ബാപ്പുജി സ്വപ്നം കണ്ട ഈ രാജ്യത്തിൻ്റെ ഭാരതാംബയുടെ നെഞ്ചും കൂടി തകർത്തിട്ടാണ് ഇതിനെ ഒത്താശ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ പാതകമാണ്. ഒരിക്കലും മാപ്പർഹിക്കാത്ത വലിയ തെറ്റാണ് ഇവിടെ. പക്ഷെ ഇവിടെ ചില ആൾക്കാർ എന്ത് ചെയ്താലും കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കും. ഇത് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ തെറി പറയാനായിരിക്കും വരിക, അല്ലെങ്കിൽ വർഗീയത പറയുക, അല്ലെങ്കിൽ എൻ്റെ വേഷത്തിലേക്കായിരിക്കും നോക്കുക. നാനാ ജാതിയുള്ള മനുഷ്യന്മാരും ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യം ഈ ഇന്ത്യ. വേഷത്തിനോ അവനവൻ്റെ വേഷങ്ങൾക്കും അവനവൻ്റെ വിശ്വാസങ്ങൾക്കും അവനവൻ്റെ ആദർശങ്ങൾക്കും താല്പര്യത്തോടു കൂടി ജീവിക്കേണ്ട രാജ്യം, അതിന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം. നമ്മുടെ വിഷയം അതല്ല. അതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നവർ ഏത് കൊല കൊമ്പത്തിരിക്കുന്നവനായാലും ശരി. പട്ടാളക്കാരൻ പറഞ്ഞതുപോലെ ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, പലപ്പോഴും ജനാധിപത്യമായി രാജ്യത്ത് വോട്ടെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ നമ്മളതെല്ലാം മറന്നു പോകും. അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ EVM തട്ടിപ്പും പലതുമാണല്ലോ ഇന്ന് നടക്കുന്നത്. ഇതിന് പ്രതികാരം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അറിയാതെ ഓർത്തു പോകുന്നത് പ്രവാചകൻ്റെ വാക്കുകൾ. ഒറ്റുകൊടുക്കുന്നവർക്ക് മാപ്പില്ലാത്ത ഒരേർപ്പാട്. ഒറ്റുകൊടുക്കുക എന്ന് പറയുന്ന സംഗതി തന്നെ വിട്ടുപൊറുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ പൊറുപ്പിക്കപ്പെടാൻ പറ്റാത്തതായ, മാപ്പർഹിക്കാത്ത ഒരു തെറ്റാണ്. ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് സ്വന്തം രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന ഏർപ്പാട്. പക്ഷെ ആ ഒറ്റുകൊടുക്കുന്നവർ തലപ്പത്തിരിക്കുന്ന ഭരണക്കസാരയിൽ ഇരിക്കുന്നവർ തന്നെയാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ നാടിന് നമുക്ക് എന്ത് സംരക്ഷണമാണുള്ളത്? നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഈ രാജ്യത്തിനെ കാക്കാൻ വേണ്ടി എന്നെയും നിങ്ങളെയും പോലുള്ള ഓരോരുത്തർക്കും വേണ്ടി ഊണും ഉറക്കും വഹിച്ചിരിക്കുന്ന ഓരോ പട്ടാളക്കാരൻ്റെയും നെഞ്ചിടിപ്പിന്, ഓരോ ശ്വാസത്തിന് എന്ത് വിലയാണ് ഇവർ കൽപ്പിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കിൽ വിഷമത്തിൻ്റെ വാക്ക്, എത്രത്തോളം ഉള്ളിൽ നിന്ന് വരുന്ന വിഷമത്തോടെയാണ് ആ വാക്ക് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, പ്രവാചകർ പറഞ്ഞൊരു വാക്ക് ഓർമ്മ വന്നുപോയി. ഏറ്റവും വലിയ ജിഹാദ് ഇന്നത് പറയാൻ പാടില്ല, പറയുന്നവനെ നിശബ്ദനാക്കുന്ന ഒരു കാലഘട്ടമാണ്. പല ആളും പറയുന്നത് പോലെ പറയുന്നവരെ, പ്രതികരിക്കുന്നവരെ എത്ര കണ്ട് അവരുടെ ശബ്ദം ഇല്ലാതെയാക്കപ്പെടാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല എല്ലാം. പക്ഷേ എന്ത് കളി കളിച്ചാലും ദൈവാനുഗ്രഹം കൊണ്ട് ഈ നാട്, ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ബറക്കത്ത് കൊണ്ട് ഈ നാട് ഇവിടെ ഒന്നും വിലപ്പോവാതെ പോവുകയാണ്. എല്ലാം നനന്ന ഓലപ്പടക്കം പോലെ അങ്ങ് ചീറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനിയും അങ്ങനെ തന്നെയാണ്. എത്രയോ കാലങ്ങളായി ഈ രാജ്യം പലയാളും ഭരിച്ചു. 800-900 കൊല്ലത്തോളം മുഗൾ ചക്രവർത്തിമാരും അതിനുശേഷം ഛത്രപതി ശിവാജിയും പിന്നെയോ പൃഥ്വിരാജ് ചൗഹാനും ഇങ്ങനെയുള്ള എല്ലാത്തിലും പെട്ട പല ആൾക്കാരും ഈ രാജ്യം ഭരിച്ച് കടന്നുപോയി. ഒരു കുഴപ്പമോ ഒരു പ്രശ്നമോ ഈ നാട്ടിലുണ്ടായില്ല. എന്നു മുതലാണ് നമ്മുടെ രാജ്യം കുട്ടിച്ചോറാവാൻ തുടങ്ങിയത് എന്ന് ഒരല്പം തലച്ചോറുള്ളവർക്ക് ചിന്തിച്ചാൽ പിടികിട്ടും. ഈ സംഭവം അതിന് ധാരാളം ഉദാഹരണമാണ്. പ്രവാചകൻ്റെ വാക്ക് ഓർമ്മ വന്നു പോയാണ്. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് അതെന്താണെന്നറിയോ? വാളെടുത്ത് ഗോതയിലേക്ക് ഇറങ്ങലെല്ലാം മറിച്ച് അഫ്ളലുൽ ജിഹാദി ഫീ സബീലില്ലാ കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ എന്ന് പറഞ്ഞാൽ, ധിക്കാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്യുന്നത് തമ്മാടിത്തരമാണ് എന്ന് പറയലാണ് ഏറ്റവും വലിയ ജിഹാദ്. ഏറ്റവും വലിയ പടച്ചവൻ്റെ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിൽ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇന്ന് ഈ രാജ്യത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വത്വബോധം അത് തന്നെയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അതാ പറയുന്നത്, പ്രതികരിക്കുന്നവരുടെ പ്രതികരണശേഷി ഇല്ലാതെയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാം അവരെ കാൽക്കീഴിൽ കൊണ്ടുവരികയാണ്. കോടതിയായാലും എല്ലാ സംഗതികളും, കോടതിയാകട്ടെ പാർലമെൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും എല്ലാം അവരെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് ഒരു കളിപ്പാവയെ പോലെ, അവർ പറയുന്നത് പോലെ അനുസരിക്കുന്ന ചരട് കെട്ടിയ നൂലിൽ കെട്ടിയ പാവയെ പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഭരണം
ഭരണാധികാരികൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, തകിടം മറിഞ്ഞു പോയ സംവിധാനങ്ങൾ, അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ ഭാരതത്തിൻ്റെ ഇപ്പോഴുള്ള ഇനി ബാക്കി എന്ന് പറയാനുള്ള സാധനം ഇതാണ്. അപ്പം കണ്ടില്ലേ, ഇനി ഇതെല്ലാം ഇതിനപ്പുറത്തേക്ക് സംഭവിച്ചാൽ പോലും എല്ലാം കഴിഞ്ഞ് പിന്നെ അവസാനം കൈകും എല്ലാം അങ്ങോട്ട് വിടും. ഇവിടെയുള്ള ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മേലെയിരിക്കുന്ന മേലാളന്മാർ തന്നെയാണ് ഒറ്റുകൊടുക്കുന്ന യൂദാസന്മാരെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ സമീപഭാവിയിൽ എന്തായി തീരും എന്നത് ഒരു നിശ്ചയമില്ല. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ മറുമരുന്ന് പിന്നെ വേറൊരു കാര്യം, എല്ലാം കൈവിട്ട് പോകും എന്ന് തോന്നുമ്പോൾ കാലിനടിയിൽ കിടക്കുന്ന മണ്ണ് പോലും ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് സ്വമേധയാ തോന്നി തുടങ്ങുമ്പോൾ പിന്നെ പല കളികളുണ്ടാവും. എനിക്ക് തോന്നുന്നു പലപ്പോഴും അതായിരിക്കാം. പഹൽഗാം എന്ന് പറയുന്ന ആ നാട്ടിൽ, കശ്മീരിലെ സുന്ദരമായ പ്രദേശത്ത് കാലങ്ങളോളം പല ആൾക്കാരും വന്ന് എന്തെല്ലാം രീതിയിൽ വേദനിക്കുന്ന പല ചിത്രങ്ങളും പല രംഗങ്ങളും ഇവിടെ കഴിഞ്ഞു പോയി. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒറ്റുകൊടുക്കുന്നവർ നമ്മുടെ മേലപ്പത്തിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്ത യൂദാസന്മാരെന്ന് പറയുന്ന ആൾക്കാർ ഇതിൻ്റെ മേൽപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? പടച്ചവൻ കാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഇങ്ങോട്ടുള്ള നാളുകളിൽ പ്രതികരണശേഷി എന്ന് പറഞ്ഞാൽ, ജനാധിപത്യം അനുസരിച്ച് നമ്മുടെ ഏറ്റവും വലിയ പ്രതികരണം എന്ന് പറയുന്നത് വോട്ടിംഗ് ആണ്. നമ്മളെ വിരലിൽ പതിയുന്ന മഷി, അതാണ് ഇവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടി. തെറ്റ് ആര് ചെയ്താലും അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിനെ പോലും വിലക്ക് കൊടുക്കുന്ന ഒരവസ്ഥയെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഗതി അധോഗതിയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ ഒരു പഹൽഗാമാണെങ്കിൽ നാളെ പലതും നമ്മൾക്ക് കേൾക്കേണ്ടി വരും. അപ്പോഴും മേലെ പിടിപാടുള്ള ഇവർ കോടതിയും ജഡ്ജ്മെൻറ്റും പാർലമെൻറ്റും എല്ലാം കീശയിലാക്കിയ ഇവർ നാളെ കയ്യും എല്ലാം അങ്ങ് തടിതപ്പും. അനുഭവിക്കേണ്ട തേച്ചും മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഈ രാജ്യം താറുമാറാവുന്നത് അനുഭവിക്കേണ്ടത് നമ്മളാണ്. ഈ വേദന സഹിക്കേണ്ടത് നമ്മുടെ രാജ്യമാണ്. അവർക്കൊന്നും വരാനില്ല. ഏതായാലും ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. അവർക്കൊക്കെ നിത്യശാന്തി നേരുകയാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം, ആ പട്ടാളക്കാരനത് കണ്ടപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. നമ്മുടെ രാജ്യം അത്രയും ദുർഘടമായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ പല വിഷയങ്ങളും അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ വഖഫിൻ്റെ നിയമപതി, അത് അൽഹംദുലില്ലാഹ് അതെന്തോ അള്ളാഹുവിൻ്റെ കുതിരത്ത് കൊണ്ട്, റബ്ബിൻ്റെ കുതിരത്ത് കൊണ്ട് അത് നമുക്ക് അനുകൂലമായി തീർന്നു എന്നതുകൊണ്ട് വലിയൊരു കാര്യം. എങ്കിലും അവിടെ നമ്മൾ സമാധാനിക്കാൻ വരട്ടെ, ആശ്വസിക്കാൻ വരട്ടെ, പിന്നിൽ പല കളികളും ഇനിയും നടക്കുന്നുണ്ട്. എത്ര കണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഈ നാടിന് എത്തിക്കപ്പെടാൻ പറ്റുമോ അതിന് വേണ്ട എല്ലാ ഒത്താശകളും എല്ലാ കളികളും ഇതിൻ്റെ പിന്നിൽ ഒളി അജണ്ടകളായി നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാത്തിനും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം എന്നും ഒരു ജനാധിപത്യ രാജ്യമായി, ജ്ഞാനാത്മ ഏകത്വം എന്ന് പറഞ്ഞതുപോലെ, ഡോക്ടർ അംബേദ്കർ തന്നതുപോലെ നിയമത്തിന് എതിരാവാത്ത രീതിയിൽ, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞതുപോലെ തുല്യാവകാശത്തിൽ എല്ലാവരും സ്നേഹത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ പോകുന്ന രീതിയിൽ ആവട്ടെ എന്ന് ആശിക്കുകയാണ്. പടച്ചവൻ അങ്ങനെ ആക്കിത്തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും വീണ്ടും അടുത്ത വീഡിയോസായിട്ട് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.